യെസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ മോർണിംഗ് വാക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കമന്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ നിരവധി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിലെ ദിവസം ഏതാണ്, ഡേറ്റ് എത്രയാണ്? തോമസ് മാത്യു ചോദിക്കുന്നു. അപ്പോൾ നമ്മളെക്കാളിൽ ഒരു ദിവസം കുറവാണ് അവിടെ. അതായത് അപ്പൊ ഇന്നിവിടെ എന്താ 15, അപ്പൊ അവിടെ 14 രാത്രിയായിട്ടുള്ളൂ. ഇപ്പൊ അവര് ഉറങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവിടെ മെയ് 15. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചില വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആരിഫ് ഹാഷ്മി കളത്തൂർ ഇന്ന് മറ്റൊരു സംഭവം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളുടെ തോത് വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അമിത വേഗവും ഓവർടേക്കുമാണ് പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നത്. പലയിടത്തും ട്രാഫിക് പോലീസ് ഇല്ലാത്തതും അപകടം ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞത് കൃത്യമാണ്. കാരണം നമ്മുടെ റോഡുകളുടെ അവസ്ഥയൊക്കെ മെച്ചപ്പെട്ടു വരുമ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ കൂടുന്നതിന് കാരണം ലഹരിയുടെ ഉപയോഗവും അതിനൊരു കാരണമാണ് എന്ന് പല കേസുകളും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വള്ളത്തിൽ കയറ്റി ക്രിസ്ത്യൻ ചേച്ചിയെ വിടാൻ പറഞ്ഞല്ലോ, അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ നമ്മുടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. റീന സതീശൻ പറയുന്നു ഡോണ്ട് ഡു നാടോ. ക്രിസ്ത്യൻ ചേച്ചി അങ്ങനെ പലതും പറയും. അത് കേട്ടിട്ട് ക്രിസ്റ്റിയെ വള്ളത്തിൽ കയറ്റി കടലോട്ട് വിട്ടാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ. മഴക്കാലം വരാൻ പോവുകയാണ് പ്രജ്ഞെ. ഈ മഴക്കാലം വരാൻ പോകുമ്പം വളരെ ദുരിതം അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊന്നാണ് മഴക്കാലത്തിന് മുൻപിലെങ്കിലും ഉരുൾപൊട്ടി ഗതിമാറി ഒഴുകിയ വയനാട്ടിലെ ചൂരൽമല പുഴയുടെ പുനരുജ്ജീവനം സാധ്യമാക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നവർ. എന്തായാലും പുഴയിൽ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കാനും വശങ്ങളിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കാനും നടപടികൾക്ക് വേഗം കൂട്ടണം എന്നിവർ പറയുന്നുണ്ട് നിർത്താതെ. ഒപ്പം നിലവിൽ പരിമിതമായ രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്ന ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഗതിമാറിയൊഴുകിയ പുന്നപ്പുഴയിൽ കൂറ്റൻ പാറകളും മണ്ണും മറ്റവശിഷ്ടങ്ങളുമാണ് അടിഞ്ഞിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. നിലവിൽ 2 ഹിറ്റാച്ചികളും ഒരു JCBയും ഉപയോഗിച്ചാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. പുഴ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 5-8 യന്ത്രങ്ങൾ വരാമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ 2 യന്ത്രങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യങ്ങളും നടക്കൂല. കാരണം 2 യന്ത്രങ്ങളൊന്നും ഇത്രയും വലിയൊരു സംഭവം നടന്ന പോലത്തെ 2 യന്ത്രങ്ങളൊന്നും മാറ്റിയാൽ സംഭവം നടക്കാൻ പോണ കാര്യമല്ല. ഇപ്പം തന്നെ മഴ വരുമായ ആൾക്കാർ ഭയങ്കര ഭീതിയിലാണ്. കാരണം മഴക്കാലം വരാൻ പോവല്ലേ. അപ്പോൾ ഇത് എന്താവും എന്നൊരു കാഴ്ചപ്പാടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് പൂർണ്ണസ്ഥിതിയിലാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വൈകലുകളാണ് പ്രവൃത്തി പൂർണ്ണതോതിലാകാത്തതിന് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. അവർ ഗവൺമെൻറ് പറഞ്ഞ 194 കോടി രൂപയായിരുന്നു. പക്ഷേ ഇതൊരു ഈ പറയുന്ന ഫണ്ട് അലോട്ട് ചെയ്തിട്ടില്ല. അവർ അന്വേഷിച്ച് വന്നപ്പോൾ 57 കോടിയോളമാണ് അലോട്ട് ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ള കുറച്ച് ജനങ്ങളോട് താമസിക്കുക, അതായത് നീലിക്കാപ്പ് മുതൽ ഈ തോട് സൈഡുള്ള ഡാം സൈറ്റ് വരെ എത്രയും പെട്ടെന്ന് അവിടെയും, അതുപോലെ തന്നെ ഇപ്പം മഴക്കാലം അടുത്ത് വരാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് തന്നെ ഉരുൾപൊട്ടി മേഖലയിൽ നോക്കുമ്പോൾ തന്നെ കുറേ വിണ്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ മണ്ണും മണലൊക്കെ ഒലിച്ച് വന്നിട്ട് ചിലപ്പോൾ അടയാനുള്ള സാധ്യതയുണ്ട്. ദുരന്തത്തെ തുടർന്ന് 5.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ അവശിഷ്ടങ്ങളാണ് പുന്നപ്പുഴയിൽ അടിഞ്ഞിട്ടുള്ളത്. 8 കിലോമീറ്ററോളം പുഴ ഗതി മാറിയിട്ടുണ്ട്. 24 വയനാട്. മറ്റൊരു മഴക്കാലം വരുമ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലെ ഭീതിയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായ ആ വലിയ അപകടം, അതിൻ്റെ ഞെട്ടൽ അത് മാറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവിടുത്തുകാർ ആ ദുരിതത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അതിന്റെ സങ്കടം വേറൊന്നാണ്. അതെ, ഇപ്പോൾ ഇത്തവണ മൺസൂൺ നേരത്തെ എത്തും, മെയ് 27-ന് എത്തും എന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികൾ, അതുപോലെ തന്നെ ഇതുപോലെ ദുരന്ത സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി അവിടെ വേണ്ട ജാഗ്രത, വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ആവശ്യമായിട്ട്. ഇതിപ്പോ ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഈ മലയോര മേഖലയിലും ദുരിതമാണ്. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർക്കും വലിയ ആശങ്കയാണ് ഓരോ മഴക്കാലവും. ഇപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഈ വൈപ്പിൻ പ്രദേശത്താണ്. നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധിയോട് തന്നെ ചോദിക്കാം. സ്വാതിഷ് ഇവിടെയുണ്ട്. ഹായ്, മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ഇത് വളപ്പ് ബീച്ച്, വൈപ്പിനോട് ചേർന്നാണ്. അതെ. അപ്പൊ അതിന്റെ അവിടുത്തെ ഏത് പഞ്ചായത്താണ് വരിക? ഇത് എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്താണ് വരിക. എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡും 1-ാം വാർഡും കൂടി ചേർന്നതാണ് ഫാൽക്കൺ ബീച്ച്. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഫാൽക്കൺ ബീച്ച്. അത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരണം. നമുക്ക് നടന്നാലോ? നടക്കാം. ഇതൊരു ഹിഡൻ ബീച്ച് ആണെന്നൊക്കെ പറയും. ഒളിച്ചിരിക്കുന്ന ഒരു സൗന്ദര്യം അല്ലേ? കുറച്ചുകൂടെ ആൾക്കാർ വന്ന് കാണേണ്ടതില്ലേ? നമ്മൾ സാധാരണഗതിയിൽ വൈപ്പിനിലെ ബീച്ചുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ചെറായി ബീച്ച്, കുഴുപ്പള്ളി ബീച്ചൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ എറണാകുളം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രകൃതി സുന്ദരമായിട്ടുള്ള, മെയിനായിട്ട് ഈ ഫോട്ടോഷൂട്ട് അടക്കം കൂടുതൽ നടക്കുന്ന ഒരു ബീച്ച് എന്ന് പറയുന്നത്
ഈ വളപ്പ് ഫാൽക്കൺ ബീച്ചാണ്. അതെ, ആ സൈഡിൽ ഇങ്ങനെ പൈൻമരക്കാടുകൾ, ശരിക്കും പറഞ്ഞാൽ 3 മനോഹര കിലോമീറ്റർ ദൃശ്യമാണ്. സോഷ്യോ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് വെച്ച് പിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ, അതോടൊപ്പം തന്നെ ചെറിയ തടാകങ്ങൾ, അവിടെ എത്തുന്ന ദേശാടന പക്ഷികൾ, പിന്നെ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നു, കടല്, എല്ലാ കാഴ്ചകളും കണ്ട് ഒരു ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകുവാനായിട്ടുള്ളൊരു പ്രകൃതി സൗന്ദര്യം ഈ വളപ്പ് ബീച്ചിന്, ഫാൽക്കൺ ബീച്ചിന് ഉണ്ട്. അപ്പൊ ഈ സുന്ദരിയെ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടെയുണ്ട്. നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേരും ഇവിടെ ഒന്ന് വന്നാൽ കാണാൻ. അതെ, എല്ലാ പ്രേക്ഷകരോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിവിടെ ഫാമിലി ആയിട്ട് വരാം, എൻജോയ് ചെയ്യാം, ഫോട്ടോഷൂട്ടുകൾ നടത്താം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഫോട്ടോഷൂട്ടുകാരുടെ ബഹളമാണ്. അപ്പൊ ആവശ്യം അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, കാണാം, നടന്നിട്ട് വരാം. അപ്പോൾ അതാണ് ഫാൽക്കൺ ബീച്ചിന്റെ പ്രത്യേകത. ജനപ്രതിനിധി കൂടിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് സ്വാതീഷ്. അപ്പോൾ വിവരങ്ങൾ പറയുകയായിരുന്നു. ഒരു പേര് കൂടിയാണ് സ്വാദിഷ് എന്നുള്ള പേര്, അല്ലേ? നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അതെ, ഗൗരവമുള്ള ഒരു വാർത്തയാണ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിവാദ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തു. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എന്നറിയുന്നു. മന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, അപ്പോൾ സോഫിയ ഖുറേഷി നമ്മുടെ അഭിമാന മുഖമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ശേഷം നമ്മൾ കണ്ടതാണ്. സോഫിയ ഖുറേഷിയും ഒപ്പം തന്നെ വ്യോമിക സിംഗും ഈ പറയുന്ന പോലെ വാർത്താ സമ്മേളനം നടത്തി ആ രീതിയിൽ നമ്മുടെയൊക്കെ അഭിമാനവും സന്തോഷവും ഒക്കെ മാറിയതാണ്. അപ്പോൾ അവർക്കെതിരായ ഒരു അധിക്ഷേപ പരാമർശം അത് വാർത്തകൾ ഇടം പിടിച്ചതാണ്. അതൊരു മന്ത്രി നടത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കേസ്, ഒപ്പം തന്നെ അന്വേഷണം എന്താണ്? ഈ മന്ത്രിയെ പുറത്താക്കുന്നതൊക്കെയുള്ള, അറസ്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ എന്താണ്? പ്രജിൻ ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശ് ജബൽപൂർ ഹൈക്കോടതി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകിയത്. അതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഭാരതീയ ശിക്ഷാ നിയമത്തിലെ 152, 196, 197 വകുപ്പുകൾ ചേർത്താണ് വിജയ് ഷായ്ക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വിജയ് ഷായ്ക്കെതിരെ വ്യാപക പ്രതിഷേധം രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളിൽ നടക്കം ഉയർന്നതോടെയാണ് നേരത്തെ കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. മന്ത്രിയുടെ പരാമർശങ്ങൾ നിന്ദ്യവും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതുമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരുന്നത്. മധ്യപ്രദേശിലെ ഗോത്രകാര്യ മന്ത്രിയാണ് വിജയ് ഷാ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒരു സാംസ്കാരിക പരിപാടി, ഇൻഡോറിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ച് കേണൽ സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പരാമർശം നടത്തിയത്. പാക് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം വായിച്ചു. അവരുടെ സഹോദരി കൊണ്ട് തന്നെ മോദിജി ഇത് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചു, ഭീകരരെ ഒരു പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു ആ മന്ത്രിയുടെ വിവാദ പ്രസ്താവന, പരാമർശം. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ ഈ പ്രസ്താവന പിന്നീട് കോൺഗ്രസ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. കേന്ദ്ര ശിശു വികസന സഹമന്ത്രിയും MLAയും ക്യാബിനറ്റ് മന്ത്രി അടക്കമുള്ളവർ ഈ വേദിയിൽ ഇരിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം. തുടർന്ന് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഈ പ്രസംഗത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുള്ള. നിലവിൽ എന്തായാലും മന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിയെ പുറത്താക്കണമെന്നും BJPയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒക്കെ നമ്മുടെ അഭിമാനമായതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ. അപ്പോൾ ഹജീഷ് തുടരുക. ഒരു മറ്റൊരു വാർത്ത കൂടി മണിപ്പൂരിൽ നിന്ന് വരുന്നു, അല്ലേ? അതെ, അപ്പോൾ മണിപ്പൂരിൽ 10 ഭീകരരെ വധിച്ചു നമ്മുടെ സൈന്യം എന്ന വാർത്ത വരുന്നുണ്ടല്ലോ അജീഷ്, അതിന്റെ ഒരു വിവരങ്ങൾ കൂടി ഒന്ന് പറയോ? ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിലാണ് 10 ഭീകരരെയാണ് അവിടുത്തെ അസം റൈഫിൾസ് വധിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു സേന. ഈ സേനയ്ക്ക് നേരെ ചിലർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സേന തിരിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിലാണ് 10 പേർ കൊല്ലപ്പെട്ടത്. ഇവരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആയുധശേഖരവും സേന കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഹജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നും പങ്കുവച്ച വാർത്തകൾ. നമുക്കിനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് കൊച്ചിയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, നമ്മൾ ഞെട്ടിപ്പോയൊരു വാർത്തയാണ്, അല്ലേ? വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ലഭിക്കുന്ന ഭക്ഷണം അത് വൃത്തിയുള്ളതല്ല, പഴകിയ ഭക്ഷണമാണ്. അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിൽ പരിശോധന നടത്തി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായിട്ട് എനിക്ക് അമൽ സുരേന്ദ്രൻ. എന്തായാലും ആ
ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിൽ അവർക്കെതിരെ നടപടി കുരുങ്ങുകയാണ് കോർപ്പറേഷൻ. ആരോഗ്യ വിഭാഗം കടവന്ത്രയിലെ കേറ്ററിംഗ് സ്ഥാപനത്തിൽ നടത്തിയ ഈ തെരച്ചിലിനെയും പരിശോധനയുടെയൊക്കെ റിപ്പോർട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറും എന്നാണ് അറിയിക്കുന്നത്. അമൽ സുരേന്ദ്രൻ, അപ്പോൾ എന്താണ് ഈ സ്ഥാപനത്തിലുള്ള നടപടി? ഈ പിഴയിൽ ഒതുങ്ങുമോ? അപ്പോൾ അവർക്കുള്ള ലൈസൻസ് അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്താണ്, ഏത് നടപടിയാണ് നഗരസഭ കൈക്കൊള്ളുക? ക്രിസ്റ്റിന, നമുക്ക് അറിയാവുന്നതാണ്, ട്രെയിനുകളിലെല്ലാം സഞ്ചരിക്കുമ്പോഴെല്ലാം കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പലപ്പോഴും വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒരു പരാതിയിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ നിലവാരത്തിൽ വലിയ തകർച്ചയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ ഉണ്ടായത്. എറണാകുളം കടവന്തറയിലെ വൃന്ദാവൻ കാറ്ററിംഗ് സെന്ററിൽ നിന്ന് ഇത്തരത്തിൽ പഴകിയ നിലയിലുള്ള, പഴകിയ മാംസം അടക്കമുള്ള, പഴകിയ മുട്ടകളടക്കമുള്ള ഭക്ഷണ വസ്തുക്കൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സെർച്ച് നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് നോട്ടീസ് നൽകുവാനുള്ള ഒരു നടപടിയുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതുവരെയും ഈ സ്ഥാപനത്തിന്റെ ഒരു അധികാരികളും കോർപ്പറേഷനുമായി ബന്ധപ്പെടുകയോ ഒരു വിശദീകരണം നൽകാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് നിലവിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് കോർപ്പറേഷൻ അധികാരികൾ. ഏതായാലും ഈ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു തുക പിഴ ഒടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ തുടർന്ന് ദിവസങ്ങളിൽ വലിയൊരു ഇൻസ്പെക്ഷനും ഈ ഒരു ഭാഗത്ത് നടക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സതേൺ റെയിൽവേയിൽ ഈ ഒരു വിവരം അറിയിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. റെയിൽവേയുടെ ഒരു അഭിമാന പദ്ധതിയായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ പോലും ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണങ്ങളാണ് നൽകിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പഴകിയ ഭക്ഷണങ്ങൾ എത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന. യെസ്, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഈ വളപ്പ് ബീച്ചിൽ, ഫാൽക്കൺ ബീച്ചിൽ വന്നിട്ട് ഈ കടലിനെ കാണിച്ചില്ലല്ലോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കടലിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. വെറുതെ അല്ല, കടലിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഇന്നിപ്പോൾ രാവിലെയും എനിക്ക് തോന്നുന്നു രാത്രി നേരത്തൊക്കെ മീൻ പിടിക്കാൻ പോയിട്ടുള്ള വള്ളങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം. അതിൽ പല വള്ളങ്ങളും തിരിച്ചു വരാൻ പോകുന്ന വള്ളങ്ങളുണ്ട്. പിന്നീട് ദൂരേക്ക് വീണ്ടും പോകുന്ന വള്ളങ്ങളെയൊക്കെ കാണാം. അപ്പോൾ കരകാണ കടലാണ്. ആ രീതിയിൽ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരുടെ തോണികളാണ് കാണുന്നത്. തിരമാലകളോട് മത്സരിച്ച് പറക്കാൻ ശ്രമിക്കുന്ന പക്ഷികൾ, തിരമാലകളോട് അവർ പറയുകയാണ് മുകളിലേക്ക് വരൂ, എന്നാലല്ലേ ഞങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനാവും. അപ്പൊ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോയല്ലോ. അതെ, നമ്മൾ ആദ്യം പറഞ്ഞതാണ് രാജ്യാന്തര കുടുംബ ദിനമാണിന്ന്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എല്ലാ കുടുംബങ്ങളും ഇമ്പമുള്ളതാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോകാം. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം കുടുംബം എന്ന് പറയുകയാണ്. കുടുംബത്തിൽ നിന്നും ശീലിക്കുന്ന മൂല്യങ്ങളാണ് ഏതൊരു സമൂഹത്തെയും നിലനിർത്തുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അച്ഛനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ചു വാഴുന്ന ഗേഹം, സ്നേഹവും ത്യാഗവും എല്ലാരും ഒന്നിച്ച് പങ്കുവച്ചിടുന്ന ഗേഹം. സ്നേഹം, വാത്സല്യം, പിന്തുണ എന്നിവയുടെ ഉറവിടമാണ് ഓരോ കുടുംബവും. കുടുംബം എന്ന സാമൂഹിക സ്ഥാപനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 15 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര കുടുംബ ദിനമായി പ്രഖ്യാപിച്ചത്. അച്ഛൻ വീടിന്നു മാർഗം, അമ്മ വീടിന്നു ദീപം. സുരക്ഷിതത്വത്തോടെ കുട്ടികൾക്ക് വളരാനും പഠിക്കാനുമുള്ള അടിത്തറയൊരുക്കുന്നത് കുടുംബങ്ങളാണ്. പ്രായമായവർക്കും മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും താങ്ങും തണലുമാകുന്നതും കുടുംബങ്ങൾ തന്നെ. എന്നാൽ ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. നഗരവൽക്കരണം, തൊഴിൽപരമായ തിരക്കുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. സുസ്ഥിര വികസനത്തിനായുള്ള കുടുംബാധിഷ്ഠിത നയങ്ങൾ സാമൂഹിക വികസനത്തിനായുള്ള 2ാം ലോക ഉച്ചകോടിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം. ഖത്തറിലെ ദോഹയിൽ ഈ വർഷം നവംബറിൽ നടക്കുന്ന 2ാം ഉച്ചകോടിയിൽ കുടുംബങ്ങൾക്ക് സുസ്ഥിര വികസനത്തിനുള്ള പ്രാധാന്യമാണ് ചർച്ച ചെയ്യുക. വാശിയും വൈരവും എല്ലാം മറന്ന് സ്നേഹത്തിലൊന്നിച്ചു ചേരാം. അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും 24 സ്നേഹവും സമാധാനവും സന്തോഷവും നേരുന്നു. റിസർച്ച് ഡെസ്ക് 24.
യെസ്, അപ്പോൾ അതാണ് വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കുടുംബ ദിനത്തിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ഒരു അപകട വാർത്ത കൂടി വരുന്നത്, അപകടമല്ല അത് അപകടം തന്നെയാണ്. കോഴിക്കോട് അറപ്പുഴ പാലത്തിന് സമീപം ഡിവൈഡറിലിടിച്ച് കാറിന് തീ പിടിച്ചു എന്നതാണ് വാർത്ത. കാറിലുണ്ടായിരുന്നയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പരിക്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അപ്പോൾ അഭി, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? പ്രജിൻ ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെയോടെയാണ് ഈ അപകടമുണ്ടായത്. അറപ്പുഴ പാലത്തിന് സമീപം ദേശീയപാതയിൽ ബാരിക്കേഡിനിടിച്ച് ഈ കാറിന് തീ പിടിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന് പിന്നാലെ കാറിൽ ഉണ്ടായിരുന്നയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ മീൻചന്ത ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇതിലൊരു പ്രശ്നമായി പറയുന്നത് ഈ ഡിവൈഡറിന്റെ അവിടെ മതിയായ സിഗ്നലുകൾ, ഏതെങ്കിലും തരത്തിൽ ദിശാസൂചിക അല്ലെങ്കിൽ റിഫ്ലക്ടറുകൾ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ കാർ ഈ ദേശീയപാതയിലേക്ക് കടക്കുകയും പിന്നാലെ തുടർന്ന് തീ പിടിക്കുകയുമായിരുന്നു. ഏതായാലും ഈ ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇയാളുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഫാൽക്കൺ ബീച്ചിന് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഈ പൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റാടി മരങ്ങൾക്കിടയിലേക്ക് നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഇനിയുള്ള നടത്തം. അതെ, നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില ദൃശ്യങ്ങളോട് സമാനമായ ദൃശ്യങ്ങളാണ് അല്ലേ? നമ്മുടെ ജഗതി ചേട്ടന്റെ ഡയലോഗൊക്കെ ഓർമ്മ വരുന്നുണ്ട്. യുക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ എന്നൊക്കെ പറയുന്ന ഡയലോഗ്. പറഞ്ഞതുപോലെ ഈ കാറ്റാടി മരങ്ങളുള്ള ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാർത്തയിലേക്ക് പോയാല്, വയനാട് മേപ്പാടി 900 കണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ചു എന്ന വാർത്തയാണ്. 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത്. നിലമ്പൂർ അകമ്പാടം സ്വദേശി നീഷ്മ ആണ് മരിച്ചതെന്ന് പറയുന്നു. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും. സുജിത്ത്, ദുഃഖകരമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഈ ഷെഡ് തകരാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ്? അതും ഒരു റിസോർട്ടിലാണല്ലോ. ഇന്നലെ രാത്രിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വയനാട് 900 കണ്ടിയിലാണ് റിസോർട്ടിലെ ടെന്റ് തകർന്നു വീണത്. വിനോദസഞ്ചാരിയായി എത്തിയ യുവതിയാണ് മരിച്ചിരിക്കുന്നത്. അകമ്പാടം സ്വദേശി, അതായത് നിലമ്പൂർ അകമ്പാടം സ്വദേശിയായ നീഷ്മയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നു വീണത്. അതായത് അതിന്റെ ഒരു ഷെഡിലാണ് ടെന്റ് ഉണ്ടായിരുന്നത്. 2 ടെന്റുകൾ വീതമാണ് ഓരോ ഷെഡിലും ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ 16 അംഗ വിനോദസഞ്ചാരികളുടെ സംഘമാണ് റിസോർട്ടിലേക്ക് എത്തിയത്. ഈ റിസോർട്ടിൽ ഈ ഒരു ഷെഡിൽ 2 ടെന്റുകൾ ഉണ്ടായിരുന്നു. ആ ടെന്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഷെഡ് തകർന്നു വീണതിനെ തുടർന്ന് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. നീഷ്മ എന്നാണ് യുവതിയുടെ പേര്. ബീക്കൻ വീട്, അകമ്പാടം, എരഞ്ഞിമങ്ങാട് പോസ്റ്റ്, മലപ്പുറം ജില്ല. ഇതാണ് വിലാസം. ഇവിടെ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. പ്രജന, ഒരു ദിവസം എത്ര വ്യാജ വാർത്തകളാണ് വരുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കറക്റ്റ് വാർത്ത കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാണ് പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായി എന്ന വാർത്ത. പക്ഷേ അങ്ങനെ ആണവ ചോർച്ച ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രാജ്യാന്തര ആണവോർജ ഏജൻസി IAEA. ചോർച്ചയുണ്ടെന്നുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം തള്ളിയിട്ടുണ്ട്. ഇന്ത്യൻ ആക്രമണത്തിൽ ആണവ നിലയം തകർന്നെന്നായിരുന്നു പ്രചാരണം. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ എന്ന വാർത്ത വരുന്നുണ്ട്. ത്രാലിലാണ് ഏറ്റുമുട്ടൽ. പ്രദേശത്ത് 2 ഭീകരർ ഒളിച്ചിരിക്കുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. വനമേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം ഇന്ന് ചെന്നൈയിൽ നടക്കും. അബു പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 യോഗം ആരംഭിക്കുക. അടുത്ത 4 വർഷത്തേക്കുള്ള ദേശീയ കമ്മിറ്റിയെ കൗൺസിൽ തെരഞ്ഞെടുക്കും. പ്രസിഡന്റായി പ്രൊഫസർ KM ഖാദർ മൊയ്തീനും ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയും തുടരാനാണ് സാധ്യത. യുവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് കണക്കിലെടുത്ത് കേരളത്തിൽ നിന്ന് പുതിയ അംഗങ്ങൾ കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ ശക്തി വർദ്ധിപ്പിക്കൽ, കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ, സമസ്തയുമായുള്ള ഭിന്നിപ്പ് തുടങ്ങിയവ ചർച്ചയാകും. കൗൺസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയങ്ങൾക്ക് ഇന്നലെ ചേർന്ന നിർവാഹക സമിതി യോഗം അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. ഉച്ചയോടെ പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം നടക്കും. അപ്പോൾ അല്പസമയം മുൻപ് ക്രിസ്റ്റീന സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിൽ നമുക്ക് ഇനി പോകാം. അതിനു മുമ്പ്
നമുക്ക് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാലോ? അതെ, നമുക്ക് പോവാലോ. അതിനുമ്പ് നോക്കിയാൽ ഇപ്പൊ നമ്മൾ നടന്ന് ഈ ഫാൽക്കൺ ബീച്ചിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വേറൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു എന്താണ് പറയാ, ഒരു വലിയ ഗ്രൗണ്ടിലെടുത്തേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആ കാഴ്ച കാണിച്ചു തരാം. അതിനുമുമ്പ് നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് പോകാം. യെസ്, ജമ്മു കാശ്മീരിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ത്രാലിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. അവിടെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അത് വനമേഖലയിൽ, അതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ തുടരുന്നുണ്ട്. 2 ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? ക്രിസ്റ്റീന, ജമ്മു കശ്മീരിലെ ത്രാലിലാണ് ഏറ്റുമുട്ടൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രാലിലെ വനമേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. 3 ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ത്രാൽ, ഈ TRF, ഒപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. കൂടാതെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരർക്ക് സഹായം നൽകി എന്ന വിവരം ലഭിച്ചിരുന്ന പ്രാദേശിക ഭീകരൻ പ്രദേശം, വീടിരിക്കുന്ന പ്രദേശം കൂടിയാണ് ഈ മേഖല എന്നുള്ളത്. നേരത്തെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രാദേശിക ഭീകരവാദികൾക്കെതിരായ നടപടിയുടെ ഭാഗമായി ആദ്യ വീട് തകർത്തത് ഈ മേഖലയിലായിരുന്നു. ഈ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭീകരവാദ സാന്നിധ്യം ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. നേരത്തെ ബുർഹാൻ വാനിയുടെ പ്രദേശം കൂടി, ജന്മപ്രദേശം കൂടിയാണ് ഇവിടെ. തുടർച്ചയായി ഭീകരാക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. സമീപകാലത്തായാണ് ഈ മേഖലയിൽ ഭീകരവാദി സാന്നിധ്യം വീണ്ടും വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖല ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും രാഷ്ട്രീയ റൈഫിൾസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീനഗറിൽ നിന്നും ബൽറാം നെടുങ്ങാടിയാണ് വാർത്താ വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ എന്തായാലും ആക്രമണത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ വാർത്തകളിൽ നിന്നൊരു പ്രതീക്ഷയുടെ പച്ചപ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്. എത്ര മനോഹരമായ പ്രകൃതിയാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. ഫാൽക്കൺ ബീച്ചിന് ഒരു പ്രത്യേകത, എവിടത്തേക്ക് നോക്കിയാലും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അപ്പോ ചില സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, ചില ദേശീയ വാർത്തകൾ കൂടി ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ 1, 2, 3, 4, 5 ന്യൂസിന്റെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് ചില ദേശീയ വാർത്തകൾ നോക്കാം. രക്തദാതാക്കൾ എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മുഴുവൻ അപകടകാരികളെന്ന് മുദ്രകുത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതി. എല്ലാ ട്രാൻസ്ജെൻഡറുകളും ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് പറയാനാവില്ലെന്ന് കോടതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് രക്തം ദാനം ചെയ്യുന്നതിൽ സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയ 2017 രക്തദാതാക്കളുടെ മാർഗനിർദ്ദേശങ്ങളിലെ സെക്ഷൻ 12, 51 എന്നിവയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. രാജ്യസുരക്ഷാ കാരണങ്ങളാൽ തുർക്കിയിലെ ഇനൂനു സർവകലാശാലയുമായുള്ള കരാറുകൾ ഉപേക്ഷിച്ച് ജവഹർലാൽ നെഹ്റു സർവകലാശാല. പാകിസ്ഥാനെ സഹായിക്കാനായി ഡ്രോണുകളും സൈനികരെയും തുർക്കി നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. കുട്ടിയെ പരിപാലിക്കുന്നതിനായി ജോലി ഉപേക്ഷിക്കുന്ന വിവാഹമോചനം നേടിയ സ്ത്രീക്ക് ജീവനാംശം ലഭിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി. കുട്ടിയെ പരിപാലിക്കുക എന്ന കടമയുടെ ഭാഗമായാണ് ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നതെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ. ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിന്റെ നിരോധനം നീക്കി ഇന്ത്യ. തുർക്കി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിന് ഏർപ്പെടുത്തിയ വിലക്കും നീക്കി. വിലക്കേർപ്പെടുത്തിയത് പാകിസ്ഥാന്റെ പ്രചാരണങ്ങളും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പ്രചരിപ്പിച്ചതിന്. ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു രാജ്യം. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത് കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചു. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു ദേശീയ വാർത്തകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവാറായി. അപ്പോൾ ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ട്. നമ്മുടെ പ്രേക്ഷകയായ ഒരു ജസ മറിയം എന്ന് പറയുന്ന മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജസ മറിയം. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമന്റുമായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമുക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. തിരിച്ച് എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. യെസ്,
പിന്നെ എന്താണ് ഇതാ ഹായ് പ്രജിന ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. കമന്റ് ബോക്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ നേരെ കാശ്മീരിലേക്കാണല്ലോ പോയതെന്ന് ശ്രീകുട്ടി ശ്രീ ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേരും എവിടെയാ നടന്നു നീങ്ങുന്നു പറയുന്നു. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. മോഹൻ, നമ്മളുള്ളത് വൈപ്പിനടുത്ത് വളപ്പ്, അവിടെ ഫാൽക്കൺ ബീച്ചിലാണ്. ഇവിടുത്തെ രസകരമായ നല്ല കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് നമ്മൾ. അതെ, നമ്മുടെ പൈൻ ഫോറസ്റ്റ് കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ സുരേഷ് എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിലായി കാണുന്നതാണ് പൈൻ ഫോറസ്റ്റ്. ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ അവലോകന യോഗം ഇന്ന്. സർക്കാരിന്റെ വിവിധ മിഷനുകളും സുപ്രധാന പദ്ധതികളുമാണ് ആദ്യം അവലോകനം ചെയ്യുന്നത്. ജില്ലാ കളക്ടർമാരാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുക. ജില്ലകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവ യോഗം പരിഹരിക്കും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അപ്പോൾ നമ്മൾ ഫാൽക്കൺ ബീച്ചിലെ നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന വെരി ഗുഡ് മോർണിംഗ് ഷോയുടെ നേരമാണ്. അപ്പോൾ നമ്മുടെ SKN ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. Good morning, Joe Prajansi, and also both of you.